ഹൈക്കോടതി കട്ടക്കലിപ്പിലാണ്. നമ്പർ പ്ലേറ്റ് പോലും ഇല്ലാത്ത ജീപ്പിൽ അഭ്യാസം കാണിച്ച ആകാശ് തില്ലങ്കേരിയെ MVD തലോടുന്നു. പക്ഷെ പണി അങ്ങ് ഹൈക്കോടതി എന്ന് വന്നു. ആകാശിനെതിരെ കേസെടുപ്പിച്ചാൽ പിണറായിക്ക് പണിവയ്ക്കും ആകാശ് സഖാവ്. അതുകൊണ്ട് തന്നെ പിണറായി സർക്കാരും MVDയും അനങ്ങുന്നില്ല. എന്നാൽ പൊട്ടിത്തെറിച്ച് കോടതി നിൽക്കുമ്പോൾ MVD വിറയ്ക്കുന്നു. ആകാശ് തില്ലങ്കേരിയുടെ ജീപ്പ് യാത്രയിൽ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത്. ജീപ്പ് ഉടൻ പിടിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകിയതിനൊപ്പം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാളാണ് വീണ്ടും നിയമലംഘനം നടത്തിയിരിക്കുന്നത് എന്നും ഹൈക്കോടതി പറഞ്ഞു. രൂപമാറ്റം വരുത്തിയിരിക്കുന്നത് ഉൾപ്പെടെ നിരവധി നിയമലംഘനങ്ങൾ ആ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഉടൻ വാഹനം കസ്റ്റഡിയിലെടുക്കാനുമാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അനുവദിച്ചിട്ടുള്ളതിലും അധികം വലിപ്പത്തിലുള്ള ടയറുകളാണ് വാഹനത്തിനുള്ളത്. നമ്പർ പ്ലേറ്റ് നൽകിയിട്ടില്ല. അനധികൃതമായി വരുത്തിയ രൂപമാറ്റം എന്നിവയാണ് നിയമലംഘനങ്ങൾ. ഇതിനോടൊപ്പം സീറ്റ് ബെൽറ്റ് ധരിക്കാതെയാണ് ആകാശ് തില്ലങ്കേരി വാഹനം ഓടിക്കുന്നത് എന്ന വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെയാണ് കോടതി വാഹനം പിടിച്ചെടുക്കാനും നടപടി സ്വീകരിക്കാനും മോട്ടോർ വാഹന വകുപ്പിനോട് ആവശ്യപ്പെട്ടത്. ആകാശ് തില്ലങ്കേരിയുടെ ക്രിമിനൽ പശ്ചാത്തലം കണക്കിലെടുത്താണ് വീഡിയോ പരിശോധിച്ച് ഹൈക്കോടതി സ്വമേധയാ നടപടിയിലേക്ക് പോയിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. വാഹനത്തിന് രജിസ്ട്രേഷൻ നമ്പരില്ല, രൂപമാറ്റം വരുത്തി, വാഹനം ഓടിച്ച ആകാശ് തില്ലങ്കേരി സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല എന്നിവ മുൻനിർത്തി ആകാശ് തില്ലങ്കേരിക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുക്കാൻ ഒരുങ്ങുന്നുവെന്ന നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടി പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് വയനാട് ജില്ലയിലെ പനമരത്ത് ആകാശ് തില്ലങ്കേരി ജീപ്പ് യാത്ര നടത്തിയത്. വാഹനം മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നും രജിസ്ട്രേഷൻ നമ്പർ KL 10BB 3724 ആണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആകാശ് തില്ലങ്കേരി ഇൻസ്റ്റഗ്രാം റീൽ പങ്കുവച്ചതോടെയാണ് യാത്ര വിവാദമായത്. പനമരം മാനന്തവാടി റോഡിൽ പനമരം ടൗൺ, നെല്ലാറാട്ട് കവല, ആര്യന്നൂർ നട എന്നിവിടങ്ങളിലൂടെ വാഹനം ഓടിക്കുന്നതാണ് വീഡിയോയിലുള്ളത്. വാഹനത്തിന്റെ ടയറുകൾ ഉൾപ്പെടെ മാറ്റിവെച്ചതാണ് എന്നത് വ്യക്തമാണ്. മറ്റൊരു ആഡംബര വാഹനത്തിൽ ഒപ്പം സഞ്ചരിച്ചവരാണ് ദൃശ്യം പകർത്തിയിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ ഇതേ വാഹനത്തിന്റെ പേരിൽ സമാന കേസുകൾ ഉണ്ട് എന്ന് കണ്ടെത്തി. 2023 ഒക്ടോബറിൽ വയനാട്ടിൽ നിന്ന് തന്നെ വാഹനയുടമയ്ക്ക് ചെല്ലാൻ അയച്ചിട്ടുണ്ട്. കോടതിയുടെ പരിഗണനയിലും കേസുകളുണ്ട്. AI ക്യാമറ ദൃശ്യം കൂടി പരിശോധിച്ചതിനു ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും തുടർ നടപടി എടുക്കുമെന്നും എൻഫോഴ്സ്മെന്റ് RTO KR സുരേഷ് പറഞ്ഞിരുന്നു. നിയമം കാറ്റിൽ പറത്തി ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി നഗരസവാരി നടത്തിയ വാഹനത്തിന് ഇതിനോടകം ലഭിച്ചിരിക്കുന്നത് 36,750 രൂപ പിഴ. റോഡ് യാത്രക്കാർക്ക് ഭീഷണിയാകുന്ന തരത്തിൽ അനധികൃത രൂപമാറ്റം വരുത്തി നിരത്തിലിറക്കിയത് ഉൾപ്പെടെ നിരവധി നിയമലംഘനങ്ങൾക്ക് വാഹനം പിടികൂടിയിട്ടുണ്ട്. പോലീസും മോട്ടോർ വാഹന വകുപ്പും പലതവണയായി ഈടാക്കിയ പിഴത്തുക ഇതുവരെയും അടച്ചിട്ടില്ല. അനധികൃത മോഡിഫിക്കേഷൻ നടത്തിയതിനും ടാക്സ്, ഇൻഷുറൻസ് ഇല്ലാതെ നിരത്തിലിറക്കിയതിനും ഉൾപ്പെടെ നിരവധി നിയമലംഘനങ്ങൾക്ക് വാഹനത്തിന് മോട്ടോർ വാഹന വകുപ്പും പോലീസും പിഴ ഈടാക്കിയിട്ടുണ്ട്. 2023 ഒക്ടോബർ മാസത്തിൽ പനമരത്ത് വെച്ച് വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടുകയും 25,250 രൂപ പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു. കാൽനട യാത്രക്കാർക്കുൾപ്പെടെ ദോഷകരമാകുന്ന തരത്തിൽ മോഡിഫിക്കേഷൻ നടത്തിയതിന് മാത്രം 20,000 രൂപയാണ് അന്ന് പിഴ ഈടാക്കിയത്. എന്നാൽ ഈ പിഴത്തുക ഇതുവരെയും അടച്ചിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം അനധികൃത മോഡിഫിക്കേഷൻ നടത്തി വാഹനം നിരത്തിലിറക്കിയിട്ടും അധികാരികൾ കണ്ണടച്ചുവെന്ന രേഖകൾ വ്യക്തമാക്കുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ കാട്ടിക്കുളത്ത് വെച്ച് നമ്പർ പ്ലേറ്റ് ഇല്ലാതെയും അനധികൃത മോഡിഫിക്കേഷനും നടത്തിയ വാഹനം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും 250 രൂപ മാത്രം പിഴ ചുമത്തി വാഹനം വിട്ടയക്കുകയായിരുന്നുവെന്ന് ചെല്ലാൻ രസീതിലെ ചിത്രം വ്യക്തമാക്കുന്നു.